മെസ്സേജ് ഫ്രം ദി ഫാദർ ഗോഡ്. പിതാവിൽ നിന്നുള്ള സന്ദേശം. പിതാവിൽ നിന്നുള്ളൊരു സന്ദേശം അയക്കാമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ക്രിസ്തുമസ് കഴിയുമ്പോഴെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവം തമ്പുരാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗാണ് എനിക്കുണ്ടാകുന്നത്. ഞാൻ എൻ്റെ വചനം കേൾക്കുന്ന അനേകർക്കും അതുണ്ടാകാൻ പോകുന്നുണ്ട്. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അത് എളുപ്പം ഉണ്ടാകുന്നതല്ല. പല പ്രാവശ്യം ദൈവവചനത്തിനകത്ത് ഇരുന്നിരുന്ന് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം പറയുന്ന ഭാഷ നമ്മുടെ ഭാഷയാകും. ദൈവം നോക്കുന്ന പോലെ നമ്മുടെ ചിന്തകളിലേക്ക് കയറി വരും. കർത്താവ് നമ്മളോട് സംസാരിക്കും. കാരണം ഒരാളുമായിട്ട് അത്ര ഉറ്റ ബന്ധത്തിൽ ഇരുന്ന് കഴിയുമ്പം പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലും. കാരണം പുത്രൻ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, പുത്രൻ എന്നെ കണ്ടിട്ടുള്ളവർ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവിനെ കണ്ടവർ എന്നെയും കണ്ടിരിക്കുന്നു. അപ്പം പിതാവിനെ കാണുന്നില്ലെങ്കിൽ നമ്മൾ പുത്രനെ കാണുന്നില്ല, പുത്രനെ കാണാത്തവൻ പിതാവിനെയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുത്രനുമായിട്ടുള്ള ആത്മീക ബന്ധം പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് ഈ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 15 ആകുമ്പോഴത്തേക്ക് മുടിയനായ പുത്രനെ കുറിച്ചുള്ള പ്രസക്തി അല്ല നമ്മൾ നോക്കേണ്ടത്, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം. അത് പറയാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഞാൻ ആ പോയിന്റിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്താണ് പിതാവിൻ്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19:10 ഇങ്ങനെ പറയുന്നു, ഫോർ ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് ടു സേവ് ദാറ്റ് വാസ് ലോസ്റ്റ്. അതായത് ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് ടു സേവ് ദാറ്റ് വിച്ച് വാസ് ലോസ്റ്റ്. അതിൻ്റെ അർത്ഥം കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പം കാണാതെ പോയെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പം നമ്മുടെ മക്കൾ നമ്മൾ ഒരിടത്ത് വെച്ച് ഈ കുഞ്ഞുങ്ങളെ എവിടെയെല്ലാം എത്തി വെച്ച് നമ്മൾ അക്കപ്പുറത്തോട്ട് കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവനും ഇതിനെ തപ്പി നടക്കും. ജീവിതത്തിൽ ഒരിക്കലും പിന്നെ മറക്കാനൊക്കത്തില്ല ഈ മകൻ എവിടെയാ മകൾ എവിടെയാന്നുള്ളത്. അപ്പോൾ കാണാതെ പോയതായ പിതാവാം ദൈവം നോക്കുമ്പം എൻ്റെ സൃഷ്ടികളാവുന്ന കുഞ്ഞുങ്ങളെ കാണാതെ പോയി കിടക്കുന്ന ഭൂമിയിലുള്ള മനുഷ്യർ തിരിച്ചു വരാത്തതിൻ്റെ ദുഃഖം വലുതാണ്. ആ ദുഃഖം വലുതായതുകൊണ്ടാണ് സ്വർഗത്തിലിരിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ കണ്ണുനീരല്ലെങ്കിൽ വേദന കണ്ടിട്ട് മാത്രമാണ് പുത്രൻ തമ്പുരാൻ സമ്മതിച്ചത്, ഞാൻ ആ ദുഷ്ടലോകത്തോട്ട് പൊയ്ക്കോളാം, ഞാൻ പോയിട്ട് അവിടുന്ന് സൃഷ്ടിച്ച മക്കളെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഒന്നും കൂടെ ആ പോയിൻ്റ് ഒന്ന് ഓർക്കാം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പം ജീസസ് മിഷൻ വാസ് ഹിസ് ഫാദേഴ്സ് മിഷൻ, റിക്കൺസൈൽ ടു ദ ഫാദർ ഗോഡ്. പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കളെ തിരിച്ച് അപ്പനെ കൊണ്ട് കാണിക്കുക. അതായത് പ്രായം ചെന്നവരപ്പൻ ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് 10 മക്കളുണ്ട്, 5 എണ്ണം വന്നിട്ടില്ല, 5 എണ്ണം കൂടെ നിൽപ്പുണ്ട്. ഈ 5 പേരുണ്ടെങ്കിലും ബാക്കി 5 എണ്ണം വരുന്നിടം വരെ ഇവർ അപ്പച്ചന്മാർ നോക്കിയിരിക്കും. കാരണം എന്താ, തൻ്റെ ആത്മാവിൻ്റെ ഒരു പകർച്ചയാണ് അവരിലുള്ളത്. അപ്പോൾ പിതാവാം ദൈവം നമ്മൾ സൃഷ്ടിച്ച മനുഷ്യർ ആര് മാറി നടന്നാലും, അതേത് സെക്റ്റാകട്ടെ, ഏത് സഭയാകട്ടെ, ഏത് വിശ്വാസിയാകട്ടെ, മനുഷ്യനെ മുഴുവനും തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട്, സർവ്വജനതയുടെയും രക്ഷയ്ക്കായിട്ടാണ് യേശുക്രിസ്തു കടന്നു വന്നത്, ഒരാളുടെ അല്ല. അത് ചിലർ പറയും ഈ ക്രിസ്ത്യൻസിന് മാത്രമേ ഈ സത്യം അല്ല. ഋഗ്വേദത്തിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇസ്ലാമികത്തിൻ്റെ ഇതിനും അവർക്കും അറിയാം, പിന്നെ യഹൂദനും അറിയാം. പക്ഷെ അറിയേണ്ടിയവർക്ക് മാത്രമേ ഈ പൊരുൾ തിരിച്ച് കിട്ടുന്നുള്ളൂ എന്നുള്ളത് എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. പ്രകൃതി നോക്കിയാൽ അറിയാം. 8-ാം സങ്കീർത്തനം നോക്കിയാൽ ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുമ്പം നമ്മുടെ പദവി ദൂതന്മാരെക്കാട്ടിലും വലുതാണ്. ഇതൊരു 100 പേർക്ക് ഈ സത്യം അറിയാമെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് അവിടെ അതിശയങ്ങൾ വരും. പക്ഷെ 100 പേര് പോലും ഒരു കൂട്ടത്തിലില്ല എന്നുള്ളതാണ് സങ്കടം. നമ്മൾ അറിഞ്ഞിരുന്നവർക്ക് പോലും നമ്മുടെ കൂടെ ഒരേ മനസ്സുള്ളവർ വന്നാലേ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ടു സീക്ക്, സേവ് ദ ലോസ്റ്റ്, ബ്രിങ് ദം ബാക്ക് ടു ഫാദേഴ്സ് ഹൗസ്. അതായത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസിൻ്റെ തലേ ദിവസം ആയിക്കൊണ്ട് ഞാൻ എറണാകുളം വരെ പോയി. അവിടെ ക്രിസ്മസ് കാരലിൻ്റെ ഒരു സർവീസ് കാണാൻ പോയതാണ്. തിരിച്ചു വന്നപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്. ദൈവാത്മാ പറഞ്ഞു അവിടെ കയറിയിട്ട് പോയാൽ മതി. ഞാൻ നിർബന്ധമാണ്, എനിക്കൊരു കാര്യം ആത്മാ പറഞ്ഞാൽ പിന്നെ അത് ഞാൻ ചെയ്യും.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കയറി വരികയാണ്. അവർ വിചാരിച്ചില്ല നമ്മൾ കയറി, ഉച്ച സമയമാണ്, ഞാൻ എന്താണെങ്കിലും നിങ്ങളെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അവർ വളരെ സന്തോഷമായിട്ട് നമ്മളെ സ്വീകരിച്ചു. ഭക്ഷണം ഒന്നും വേണ്ടാന്ന് കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണവും കഴിപ്പിച്ചിട്ട് വിട്ടു. അപ്പം എന്തിനാ അവിടെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ, പ്രവചനമെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിനെക്കുറിച്ച് സംസാരിക്കാനും ദൈവത്തെ യഥാർത്ഥത്തിൽ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ വേദപുസ്തകം വായിച്ച് നോക്കേ എന്ന് പറഞ്ഞ് ആത്മാവിൽ ബലപ്പെടുത്തി വെച്ച് വരാനിടയാക്കി. കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ എൻ്റെ ദാഹമല്ലത്, പിതാവിൻ്റെ ദാഹമാണത്. അപ്പം ഞാനത് ഇന്നലെ പോയിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളോട് പറയായിരുന്നു, അയ്യോ അവിടെ വീട്ടിൽ കയറിയത് അന്ന് ഏറ്റവും ഒരു അനുഗ്രഹ അനുഭവമല്ലേ എന്ന്. കാരണം വി ആർ ആക്ച്വലി സീക്കിംഗ് സേവിങ് ദ ലോസ്റ്റ്, ബ്രിങ് ദം ബാക്ക് ടു ദ ഫെലോഷിപ്പ്. കണ്ടുപിടിച്ച് ഒരാട്ടിൻകുട്ടി ഒളിഞ്ഞൊരിടത്ത് ഇരിക്കുകയാണെങ്കിൽ കൊണ്ടുപോയി തപ്പിപ്പിടിച്ച് അതിനെ എടുത്തുകൊണ്ട് വന്ന് പിതാവിൻ്റെ മുമ്പിൽ കൊടുക്കണം. അതിനകത്ത് കള്ളുകുടിയനെന്നോ മ്ലേച്ഛത ചെയ്തവനെന്നോ ദുഷ്ടനെന്നോ ജിമ്മിൽ പോയവനെന്നോ പിന്നെ ബലഹീനനെന്നോ രോഗിയെന്നോ ഇല്ല. ആരാണ് നിൻ്റെ ആത്മാവിനോട്, നമ്മുടെ ഓരോരുത്തരുടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞങ്ങളോട് ആ ഒരു ഭവനം മാത്രമേ പറഞ്ഞോളൂ. വേറെ എത്രയോ പേരെ കണ്ടു, വേറെ എത്രയോ വിശ്വാസികളെ കണ്ടു, അവിശ്വാസികളെ കണ്ടു. പക്ഷെ അവിടെ എങ്ങും പോയി പറയാൻ പറഞ്ഞില്ല. ഈ ഒരു ഭവനം മാത്രം എന്താ, പിതാവാം ദൈവം ഇവരെക്കുറിച്ച് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ട് പിതാവിന് അറിയാമായിരുന്നു, എന്നോട് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നു, എനിക്ക് പോകാനുള്ള സൗകര്യം തന്നിരുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്ത് കാറുണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, വിളിക്കാൻ സൗകര്യമായി, അതിലെ കൂടെ പോയി അങ്ങോട്ട് കയറി ചെന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോരാൻ നേരത്തെ അവർ പറഞ്ഞു, പോകരുതേ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നു. അത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്, പോകരുതേ ഇവിടെ ഇരിക്കുക എന്ന്. കാരണം സത്യത്തിൻ്റെ ആത്മാവ് പകരാൻ ആളുകളില്ല. നമ്മൾ നമ്മുടെ ആർഭാടം കാണിക്കാനല്ല പോകേണ്ടത്. യു ഹാവ് ടു സീക്ക്, സേവ് ദ ലോസ്റ്റ്, ബ്രിങ് ദം ബാക്ക് ടു ഗോഡ്. ചെയ്യുന്നുണ്ടോ? പിതാവ് ചോദിക്കുകയാണ്, നമ്മളോട് ചോദിക്കുക. അപ്പം ജീസസ് കെയിം ആസ് ദി ഒബീഡിയൻറ്റ് സൺ ഓഫ് ഗോഡ്, നോട്ട് ആസ് ദ പ്രോഡിഗൽ ഓർ റിബല്യസ് സൺ. അപ്പം പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് ലൂക്കോസിൻ്റെ 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രൻ എന്നുള്ള ടൈറ്റിൽ മാറ്റി വെച്ച് സ്നേഹവാനാകുന്ന അപ്പൻ. അതാരാണ് ഈ മുടിയനായ പുത്രനെ കുറിച്ച് പറയുന്നത്? യേശുക്രിസ്തുവാണ്. അതിൽ ആദ്യത്തെ മകൻ, രണ്ടാമത്തെ മകൻ പ്രോഡിഗൽസാണ്, അതായത് അവൻ റിബല്യസ് ആണ്, ദൈവത്തോട് മറുത്ത് നിൽക്കുന്ന, സ്വത്തും വാങ്ങിച്ചു പോയവൻ, ദൈവവുമായിട്ടൊരു ബന്ധവും വേണ്ട കാണിച്ചു. ഒന്നാമത്തവൻ ആദ്യ മകൻ, മൂത്ത മകൻ വീട്ടിൽ തന്നെ താമസിക്കുന്നു, അപ്പൻ്റെ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നെങ്കിലും അപ്പനുമായിട്ട് സ്നേഹമില്ല, അപ്പന് വേണ്ടി കൃഷി ചെയ്ത ജോലിക്കാരുടെ കൂടെ സമയം ചെയ്യുന്നു. ഇത് രണ്ടുമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ദൈവത്തിൻ്റെ ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന ക്രിസ്തു മൂന്നാം പുത്രനായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം there is three sons in this picture. ഒന്ന് രണ്ടാമത്തെ മുടിയനായ പുത്രൻ, ഒന്നാമത്തെ പിന്നെ റിലീജിയസ് ആയിട്ടുള്ള, അതായത് നിയമങ്ങൾ അപ്പം പറയുന്നതൊക്കെ മാറാതെ ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ, പക്ഷെ സ്നേഹമില്ല. പക്ഷെ മൂന്നാമത് പറയുന്ന മകൻ, അപ്പൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന മകൻ. ആ പറയുന്ന ആളിനാണ് ഇവിടെ പ്രസക്തി. എവറി ടൈം യു ഷുഡ് റിമെമ്പർ, പറയുന്നവരിൽ അഭിഷേകമുണ്ട് എങ്കിൽ ആ അഭിഷേകം പുഷ്ടി കൊണ്ട് അടുത്തു വന്നിട്ട് മറ്റുള്ളവരിൽ അത് പ്രവർത്തിക്കും. ബിക്കോസ് ഇത് ജീവനാണ്, ഇത് ജീവൻ. ഈ അഭിഷേകത്തിൻ്റെ പുഷ്ടിയാണ് നുഖമൊടിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനുസരിക്കുന്നതും പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതുമായിട്ട് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന പുത്രനായ ദൈവം മൂന്നാം മകനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആദത്തിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 മക്കളെ കയീൻ ആൻഡ് ഹാബേൽ ഉണ്ടായി. കയീൻ ഹാബേലിനെ വെട്ടിക്കൊന്നു, അല്ലെ കൊന്നു കളഞ്ഞിട്ട് ദൈവം ചോദിക്കുന്നു, എൻ്റെ സഹോദരൻ എവിടെയെന്ന്. കുടുംബമാണേ സഹോദരൻ. അന്ന് ഞാൻ എൻ്റെ സഹോദരൻ്റെ സൂക്ഷിപ്പുകാരനാണോ എന്നൊരു തിരിച്ചു ചോദ്യം ചെയ്തു. എന്നാൽ പിന്നെ നമ്മൾ ജീനിയോളജി നോക്കുമ്പോൾ ആദത്തിന് സേത്ത് എന്നൊരു മകനെ കൊടുക്കുന്നു. സേത്തിൻ്റെ വംശാവലി കൂടാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പം ഒന്നുടഞ്ഞു പോയെങ്കിലും വീണ്ടും ഒരു ചാൻസ് തരുന്ന ദൈവം. നിർത്തരുത്. നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, മരുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും നിർത്താതെ വിശ്വാസത്തോടെ പിതാവിൻ്റെ അടുക്കൽ പുത്രൻ്റെ പേര് പറഞ്ഞ് കടന്നു ചെല്ലാൻ നമ്മളെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തെയാണ് കാണിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഒരു പ്രത്യേക വരം ഇട്ടിരിക്കുകയാണ്. അപ്പം in the kingdom of God, family of God is the important central piece. അതായത് സ്വർഗരാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം സ്വർഗത്തിൽ ഒരു
കുടുംബമുള്ളതായിട്ട് നമ്മൾ കാണണം. പിതാപുത്ര പരിശുദ്ധാത്മാവ് ഒന്നിച്ച് നിൽക്കും. സി ദ പവർഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ഗോഡ്, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ്. ഇവർ 3 പേരിലുള്ള ദിവ്യ സ്നേഹത്തിൻ്റെ ആധിക്യം മൂലം ഭൂമിയിൽ എന്തും ചെയ്യാൻ അവർക്ക് സാധിക്കും. അത് മനസ്സിലാക്കണേ. അതുതന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒന്നിച്ചുള്ള ആത്മാവ് വന്നെങ്കിൽ ഭൂമി അവരുടെ കയ്യിലാകും. പക്ഷെ ആരും ആകുന്നില്ല. ആ സ്വർഗത്തിൻ്റെ പ്രതിച്ഛായ ഇവിടെ വരുന്നില്ല. വളരെ ദുഃഖമാണ്. അപ്പോൾ വെളിപ്പാടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 21-ന്റെ 21-ാം വാക്യം പറയുന്നത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ വലിയ മന്ദിരമോ അല്ലെങ്കിൽ മന്ദിരം അതിൽ കണ്ടില്ല. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്ത് കൊണ്ടുള്ള നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ്സെ അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നുണ്ടോ? പിതാവാം ദൈവം മന്ദിരമായിട്ട് മാറുന്നു, പുത്രൻ വിളക്കായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ തന്നെ വിളക്ക്, ഞാൻ തന്നെ വെളിച്ചം, ഞാൻ തന്നെ വാതിൽ. എത്ര പേരുടെ തലയിൽ കയറുന്നുണ്ട്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ട്രിനിറ്റി, അത് തന്നെ കുടുംബത്തിൽ വരണം. അതുകൊണ്ടാണ് കർത്താവ് റോമർക്ക് എഴുതിയ ലേഖനം 10:14 പറയുന്നത്, പ്രീച്ച് ദ ഗോസ്പൽ. വചനം പറയുക, സമയത്തും അസമയത്തും എപ്പോഴും പറയാൻ നീ റെഡി ആയിരിക്കണം. നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പം നമ്മുടെ ജോലി എന്താ, മാസം മുഴുവനും വീട് മുഴുവൻ വൃത്തിയാക്കുക, ശുദ്ധീകരിക്കുക, എല്ലാം ഞാനും ചെയ്ത് വിടില്ല. എന്നിട്ട് കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കുക, വീട് ഡെക്കറേറ്റ്, അതൊക്കെ നമ്മൾ ചെയ്ത്. കാരണം ഒരുക്കമാണ്. എന്തിനു വേണ്ടിയാണ്? ക്രൈസ്റ്റ് ഈസ് കമ്മിങ്. ക്രിസ്തു കടന്നു വരുന്നു. ഉണ്ട്, ഹൃദയത്തിലുണ്ട്. ബട്ട് വി ആർ ഓണറിങ് ദ ഫാദർ ഹു സെൻഡ് ദ സൺ ടു ദിസ് എർത്ത്. അത് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ലേ? അതും ഇതും തർക്കവും മുട്ടാതർക്കവും പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനെ മാറ്റിയിരിക്കാതെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 28:18-20, ഭൂമിയിലുള്ള സകല അധികാരവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. എന്തിന്? ഗോ ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. നല്ല വർത്തമാനം. അതാണ് നല്ല വർത്തമാനത്തിൽ ഒന്നാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചെന്നത്. അത് ആത്മാവുള്ളവർ സെലിബ്രേറ്റ് ചെയ്യട്ടെ. ആത്മാവ് വേണ്ടാന്ന് പറയുന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണ്ട. ബട്ട് അതൊരു ഇഷ്യൂ ആക്കാതെ ദൈവത്തിൽ സന്തോഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം എന്നുള്ളത് എന്താണെന്ന് പുത്രൻ തമ്പുരാനിൽ കൂടെ ഞങ്ങൾ കണ്ടു. പിതാവാം ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾക്ക് വേണ്ടി മൂത്ത സഹോദരനെ പോലെ നിന്ന് അതേ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചിട്ട് തന്നെ യാഗവസ്തുവാക്കി കർത്താവ് യാഗമാക്കി തീർത്തിട്ട് സ്വർഗത്തിലേക്ക് തൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് കടന്നു ചെന്നിട്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗവസ്തുവാകെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മൂത്ത സഹോദരൻ്റെ രക്തം, അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നതിനാൽ സ്തോത്രം. ആ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും ഇപ്പോഴും വീഴട്ടെ. അപ്പം നിൻ്റെ ആ രക്തം, പുത്രൻ്റെ രക്തം ഞങ്ങളുടെ നെറ്റിമേൽ, ചെവിയുടെ പുറത്തിൽ, തമ്പിൽ, കാലിൻ്റെ തമ്പിൽ, മുട്ടിലൊക്കെ ഞങ്ങൾക്ക് പുരട്ടിയിട്ട് നിൻ്റെ ചിഹ്നം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറി നടക്കുന്ന കുഞ്ഞുങ്ങൾ സ്വതവേ തിരിച്ചു വരും. കർത്താവ് തിരഞ്ഞെടുത്താൽ എവിടെ പോകാനാ? പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ പുത്രൻ മുഴുവൻ കാര്യം ചെയ്തെങ്കിൽ, പൂർത്തീകരിച്ചൊരു ജോലി ചെയ്തെങ്കിൽ, അത് ചെയ്തെടുത്ത് അത് ബാക്കിയുള്ളവർ കൂടെ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നാഥൻ എഴുന്നള്ളി വന്നിരിക്കുന്നതിനാൽ സ്തോത്രം. അനേക ആടുകൾ വഴി തെറ്റി അലഞ്ഞു നടക്കുന്നു. ആരാണ് യേശു എന്നറിയാൻ വയ്യാത്തവർ, പല ദൈവങ്ങളുടെ പുറകെ നടന്നിട്ട് പല ഉപദേശങ്ങളുടെ പുറകെ പോയി തെറ്റിപ്പോയവർ വേദപുസ്തക അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് കയറാൻ ഈ അവസരം ഉപയോഗിക്കണമേ. പുത്രൻ കടന്നു വന്ന നേർവഴി കാണിക്കാനാകിയാൽ ആ വഴിയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്, ആ ജീവനദിയിലേക്ക് ഞങ്ങളവരെ കുളിപ്പിക്കുന്നു. രക്തം കൊണ്ടവരെ കഴുകുന്ന പിശ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ തലമുറയായിട്ട് ഒന്നിച്ച് കടന്നു വരുന്ന കണ്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.